എന്തു അമ്മോ ആദ്യത്തെ രൂപം ഞാൻ കാണിച്ചത് ആദ്യത്തെ ഇങ്ങനെ കാണിച്ചു അവസാനം അത് അങ്ങനെ എന്തോ കടി കഴിച്ചു നോക്ക് കോതപ്പൊടിയാ മാമി ദൈവത്തിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല അങ്ങോട്ട് പോയെ പിന്നെ എന്തിനാ ചോദിക്കുന്നേ അതുകൊണ്ട് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള 2-3 കുട്ടികളെ കണ്ടു കേട്ടോ. ഒരാള് എന്താണ് ആൻസി, സംഗീത, പിന്നെ വേറെ ഒരാളുടെ പേര് മറന്നുപോയി. പ്രമാണത്തുള്ള 2 പേര് വന്നു. പിന്നെ വേറെ എവിടെ ആയിരുന്നു സ്ഥലപ്പേര് മറന്നുപോയി. അപ്പോൾ വന്ന് എന്താണ് ഒരാള് പ്രമാണത്തുനിന്ന് വന്ന് ഒരാള് വർക്ക് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഒരാൾ പഠിക്കുന്നതാണ്, കൂട്ടുകാരികളാണ്. അപ്പോൾ 2 പേരും കൂടെ വന്ന് സംസാരിച്ചിട്ട് പോയി. വന്ന് കണ്ട് മിണ്ടിയ എല്ലാവരോടും സ്നേഹം കേട്ടോ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും മേടിച്ചു. എൻ്റെ സ്പോഞ്ച് ബോൾ ഞായറാഴ്ച ഇവിടെ എല്ലാവരും കൂടെ കളിയും ചിരിയൊക്കെ ആയിരുന്നു. അന്നേരം എൻ്റെ സ്പോഞ്ച് ബോൾ ഇവിടുന്ന് പോയി. അപ്പം എക്സർസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോൾ വേണം, അല്ലാതെ ഞാൻ ഇവിടെ എല്ലാം നോക്കിയിട്ടൊന്നും കണ്ടില്ല. എന്നോട് പറഞ്ഞ് താഴെ കുഴി പോയെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഇന്നൊരെണ്ണം മേടിച്ചോണ്ട് വന്നപ്പം അതെവിടെ എടുത്തോണ്ട് വന്ന് കണ്ടു. അമ്മ ഞാൻ അമ്മ കളിപ്പിക്കും, എല്ലാവർക്കും അറിയാം ബോൾ കാണാൻ. അച്ഛൻ ഞാൻ എല്ലാം ഐഡിയ ആണേ, ഇതൊക്കെ ഐഡിയ. എല്ലാരെയും കളിപ്പിക്കുക, ഓടിപ്പിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഇന്നലെ അത് കുഴപ്പമില്ലായിരുന്നു, നോർമലായിരുന്നു. ഇന്ന് എനിക്ക് രാവിലെ തൊട്ട് ഭയങ്കര ദേഹത്ത് വേദന, എനിക്ക് ഭയങ്കര ക്ഷീണം, എന്തോ അസ്വസ്ഥതയെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അതുപോലെ വയ്യായിരുന്നു. ഇന്ന് പകല് മുഴുവൻ ഞാൻ ഒരേ ഇരിപ്പിരിക്കുമായിരുന്നു. ഇന്ന് ഗുരുജയന്തിയുടെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു അതുവഴി. അതുകൊണ്ട് അടുത്തിൽ തിരക്കൊന്നുമില്ലായിരുന്നു, റോഡെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട്, തിരക്കിന്റെ ഈ ഘോഷയാത്രയുടെ ഇതുകൊണ്ട്. അതുകൊണ്ട് കസ്റ്റമറൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരേ ഇരിപ്പ്. പിന്നെ കുറച്ചു നേരം ഘോഷയാത്രയൊക്കെ കണ്ടു. ഹലോ, വീട്ടില വന്നതേ ഉള്ളു. അമ്മ കുളിക്കാൻ പോകും. നാളത്തേക്കുള്ള സാധനവും ഇപ്പൊ രാത്രിയിലത്തേക്ക് കഴിക്കാനും കൂടി മേടിക്കാൻ പോവാ. വിളിക്ക് ചെന്ന് സാധനം മേടിച്ചിട്ടേ. 150 രൂപ ഇട്ടാൽ മതി, അത്ര ഇടാവും. പച്ചക്കറി വാങ്ങിക്കണ്ടേ? കുറച്ചൊക്കെ പച്ചക്കറി കഴിച്ചാൽ ശരി. ഭയങ്കര അസ്വസ്ഥത, എന്തോ പറയേണ്ടിയെന്ന് എനിക്കറിയത്തില്ല, എന്തോ വയ്യാഴിയെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. ദേഹത്തെല്ലാം വേദനയുണ്ട്, അത്രേ അറിയത്തുള്ളൂ. ഞാൻ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചു കുളിക്കാന്. ദേഹമെല്ലാം കിടുകിടുക്കുവാന്നോ, പനിയായിട്ടൊന്നുമില്ല. പക്ഷെ അതിങ്ങ് കൊണ്ടുവാ, ബോള് കൊടുക്കാത്തതിന് എന്നെ വഴക്ക് പറയാം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങളെ. അപ്പോൾ ഘോഷയാത്രയുടെ ഇടയ്ക്ക് കുറേ പ്ലോട്ടുകളും പിന്നെ ബാൻഡ് സെറ്റ്, ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ആ വീഡിയോ ഉൾക്കൊള്ളിക്കാം. പാട്ടും മേളമൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. ചെണ്ട കൊട്ടുന്നതും ബാൻഡ് സെറ്റിന്റെ ഇടാൻ പറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ നോക്കാം. പിന്നെ ഭംഗിയുള്ള കുറച്ച് കാഴ്ചകളായതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇന്ന് അടുക്കളയിൽ പണികളൊന്നുമില്ല. ചോറ് ഇരിപ്പോൾ ഞാൻ ഇച്ചിരി മീൻ മേടിച്ചേ. മീൻ ഇതാണ് തളയാണ് വാങ്ങിച്ചത്. അത് 2 കഷ്ണം വറക്കാം എന്ന് വിചാരിച്ചു.
ബാക്കി അങ്ങ് എടുത്ത് വെക്കാം. പിന്നെ ചോറും അമ്മ മീൻ കറി വെച്ചു. മീൻ കറി ഉണ്ട്, അതുകൊണ്ട് ഇനിയിപ്പം മീൻ മറക്കുന്നില്ല. എൻ്റെ കാര്യം ഞാൻ മറന്നു. മീൻ കറി ഉണ്ട്, പിന്നെ എന്തോ ഒരു ഒഴിച്ചു കൂട്ടാനും ഉണ്ട്. പിന്നെ മാമി കടുമാങ്ങ തന്നു, ഇച്ചിരി കടുമാങ്ങ. അപ്പം അതൊക്കെ ഉള്ളത് കൊണ്ട് ഇന്നിനിപ്പോൾ അടുക്കള പണികളൊന്നുമില്ല. മീൻ നമുക്ക് അങ്ങ് കഴുകിയെടുത്ത് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കള പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട്, പാചക വിശേഷങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, വയ്യാത്തത് കൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഘോഷയാത്രയുടെ വിശേഷങ്ങളും അതും ഇതൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങ് നിർത്താം കേട്ടോ. അപ്പം ഇന്ന് ചതയത്തിൻ്റെ ഘോഷയാത്രയായിരുന്നു. അതുവഴി ടൗണിൽ കൂടെ. അവിടെ കിടന്ന് രാവിലെ ട്യൂഷന് പോയി, കൊണ്ടാക്കിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ കുക്ക് വന്ന് വിളിച്ചോണ്ട് പോയി. ഇന്ന് അവധിയായിരുന്നല്ലോ, ഭയങ്കര ചാട്ടവും മറിച്ചിലുമായിരുന്നു അവിടെ. ഇപ്പൊ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കും. ഇനി ഞാൻ കുളിക്കാൻ പോവാണ്. ഇനി കുഞ്ഞു വീഡിയോ ആണ്. അത്താഴം വിളമ്പുന്ന എടുക്കാം കേട്ടോ. അത്താഴം വിളമ്പുന്ന കാണാൻ എൻ്റെ പ്രിയങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായതുകൊണ്ട് അത് കാണിക്കാം. അല്ലാതെ ഇവിടുത്തെ പാചകവും ഇല്ല, വിശേഷങ്ങൾ പറയാനുള്ള ഒരു അവസ്ഥയില്ല. ഞാൻ ഒന്ന് കുളിച്ചിട്ട് ഒരു 10 മിനിറ്റ് കിടക്കാമെന്ന് ഓർത്താട്ടോ. ചുരിദാർ പുതിയത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഇന്നങ്ങിട്ട് അതിൻ്റെ കൂടെ കറുത്ത പാൻറ്റും ഷാളും ഇട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കൊള്ളാമോന്ന് പറയണം, ചേരുവോന്ന്. എങ്ങനെയുണ്ട്, കൊള്ളാമോന്ന് പറയണം കേട്ടോ. അപ്പൊ അതേ വെള്ളം എല്ലാം ചൂടായി. ഞാൻ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ വന്ന് അത്താഴം വിളമ്പുന്ന എടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ പറഞ്ഞ പ്ലോട്ടിന്റെ അതിൻ്റെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ എൻ്റെ പ്രിയങ്ങളെ കൂടെ കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് വരാട്ടോ. ഇതാട്ടോ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞ മീന് എല്ലാം കഴുകി ഞാൻ ഫ്രീസറിനകത്ത് വെക്കാൻ പോയി. ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. ഇത് 1/2 കിലോ മേടിച്ചേ, 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ ജാനിക്കുട്ടിക്കും കുഞ്ഞിനും വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ണം അവർക്ക് കൊടുത്തേ. ബാക്കിയത് ഇത് അമ്മ ഇന്ന് കറി വെച്ച് വേറൊരു മീൻ കറി വെച്ചതുള്ളത് കൊണ്ട് ഇന്ന് ഇത് എടുക്കുന്നില്ല. ഇതൊക്കെ അങ്ങ് ഫ്രീസറിലോട്ട് വെച്ചിട്ട് കുളിക്കാം. മാമി തന്ന കടുമാങ്ങ അച്ചാർ കേട്ടോ. കുറച്ചേ ഉള്ളായിരുന്നു, എനിക്ക് ഇച്ചിരി തന്നതാണ്. പുതിയ ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി തന്നതാട്ടോ. ഇതൊക്കെ കൂട്ടി നമുക്ക് ചോറുണ്ട്. അമ്മ നാരങ്ങ അച്ചാർ, മോനിക്കുട്ടന് ഇച്ചിരി നാരങ്ങ അച്ചാറും കൊടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറി ഉള്ളതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. ഞാൻ 10 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ, കിടന്നിട്ട് വരാം. കണ്ടോ, നടുക്കൂടെ പോന്നുണ്ടോ? അയ്യങ്കാളി വീഡിയോ എടുക്കാണ്ട്
കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ പ്രിയങ്ങളെ കൂടി കാണിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്രയും ഒരു ഫീല് തോന്നത്തില്ലെങ്കിലും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. അവരൊരുപാട് എന്താ പറയുന്നത്, നാടിനെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളെന്ന് പറയുന്നത് അവർക്ക് സന്തോഷം കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതല്ലാതെ ഇതിലൊന്നും യാതൊരു മതവും ജാതിയും കൂട്ടിക്കലർത്തരുത്. എല്ലാവരും നമ്മൾ സഹോദരി സഹോദരന്മാരാണ്. നമ്മുടെ പ്രതിജ്ഞ പോലും അങ്ങനെ തന്നെയാണ്. ഇതിനകത്തൊന്നും നെഗറ്റീവായിട്ട് ആരും ഒരു കമൻ്റ് ഇട്ട് നമ്മളെ വിഷമിപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കേട്ടോ. ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് കാര്യത്തിലും ഒരു നെഗറ്റീവ് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ്. എൻ്റെ പ്രിയങ്ങൾക്ക് ഇതിലേത് കാഴ്ചകളാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. വയനാട് ദുരന്തത്തിൻ്റെ ഒരുപാട് പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. കുറേ പാട്ടുകളൊക്കെ വന്നതുകൊണ്ട് ഞാനതൊക്കെ മാറ്റിയതാണ്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോയ്ക്ക് വോയിസ് ഇടുന്നത്. കുറവുണ്ട് കേട്ടോ, ക്ഷീണവും വേദനയൊക്കെ കുറവുണ്ട്. നമ്മുടെ അന്നന്നത്തെ വീഡിയോസ് അല്ലാത്തത് കൊണ്ട് വയ്യാഴി എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ. നമ്മുടെ നാടിൻ്റെ സംസ്കാരവും ആചാരങ്ങളും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് കലാരൂപങ്ങളുടെ പ്ലോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭാരതാംബയും സ്വാമി വിവേകാനന്ദനും ഭഗവാൻ കൃഷ്ണനും ഹനുമാൻ സ്വാമിയും ഒക്കെ നമ്മളിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി കേട്ടോ. അത്രയും ഭംഗിയായിട്ട് ഒരുങ്ങി അവർ പോകുന്നത് കണ്ടപ്പോൾ. പിന്നെ നൃത്ത രൂപങ്ങൾ, ഭരതനാട്യവും കുച്ചിപ്പുടിയും, പിന്നെ അതിലുപരി മതസൗഹാർദ്ദത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകളും.
അതിലൊക്കെ കോപ്പിറൈറ്റ് വരുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ചില പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ എനിക്കൊരു മടിയുള്ളതുകൊണ്ട് ഞാൻ കുറേശ്ശെയൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ നമ്മളീ പറഞ്ഞ നമ്മുടെ കലാരൂപങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും മാത്രമല്ല നമ്മുടെ ചരിത്ര പുരുഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അതിലൊക്കെയാണല്ലോ അവരുടെ മുഖം നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ചില ചരിത്ര സംഭവങ്ങളുടെ പ്ലോട്ടുകൾ, അതൊക്കെ ഇന്നത്തെ സംസ്കാരം ഞാൻ ഓർത്തു പോയിട്ടോ. അന്നൊക്കെ അവരെത്രയോ ദുരിതങ്ങൾ അനുഭവിച്ചാണ് നമുക്ക് ആ ഒരു അവകാശങ്ങളൊക്കെ നേടിത്തന്നത്. ദേഹമെല്ലാം തണുക്കും, ഭയങ്കര തണുപ്പ്. ആ സാധനം വേണം നമുക്ക്. മീൻകറിയുണ്ട്. ഓ മീൻകറി പരിപ്പുണ്ട്. നമുക്ക് ചോറുണ്ണാം. അമ്മയ്ക്ക് വേണ്ട, അമ്മ സന്ധ്യക്ക് ചോറുണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇത് അമ്മ വെച്ച ഒഴിച്ചു കൂട്ടാനാണ്. പരിപ്പും ഉള്ളിയൊക്കെ ഇട്ടൊരു ഒഴിച്ചു കൂട്ടാന്. ഇച്ചിരി കടുമാങ്ങ എടുത്തിട്ടുണ്ട്. മീൻ കറി എന്തോ മീനാന്ന് എനിക്ക് അറിയത്തില്ല. കിളിമീനാണോ, കിളിമീനാന്ന് തോന്നുന്നു കേട്ടോ. ഇന്നലത്തെ ഏത്തക്ക തോരൻ വെച്ചില്ലേ, അതെ. ഉച്ചയ്ക്ക് ചോറുണ്ടില്ല കേട്ടോ. അത് വിശപ്പുണ്ട്, കഴിക്കാൻ പറ്റുമോന്ന് അറിയത്തില്ല. ഉച്ചയ്ക്ക് മങ്ങി ഇരുന്നതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. എൻ്റെ പ്രിയങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി കേട്ടോ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഞാൻ അടുത്ത ദിവസം കാണാമേ. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.